ശാന്തി 27/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ചൈതന്യ അവസ്ഥയിലിരുന്ന് ബാബയെ ഓർമ്മിക്കണം. ശൂന്യ അവസ്ഥയിൽ പോവുകയോ ഉറങ്ങുകയോ ചെയ്യുന്നത് യോഗമല്ല. ചോദ്യം: നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുന്നതിനെ വിലക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അഥവാ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരിക്കുകയാണെങ്കിൽ കടയിലെ മുഴുവൻ സാധനങ്ങളും കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. മായയാകുന്ന കള്ളൻ ബുദ്ധിയിൽ ഒന്നും ധാരണയാകുവാൻ അനുവദിക്കില്ല. കണ്ണുകൾ അടച്ച് യോഗത്തിലിരിക്കുകയാണെങ്കിൽ ഉറക്കം വരും, അറിയുവാനേ കഴിയില്ല. അതിനാൽ കണ്ണുകൾ തുറന്ന് ഇരിക്കണം. കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. ഇതിൽ ഹഠയോഗത്തിൻ്റെ കാര്യമേയില്ല. ഓം ശാന്തി. ആത്മീയ പിതാവ് കുട്ടികളോട് പറയുന്നു, ഇദ്ദേഹവും കുട്ടിയാണല്ലോ. എല്ലാ ദേഹധാരികളും കുട്ടികളാണ്. ആത്മീയ പിതാവ് ആത്മാക്കളോട് പറയുന്നു, ആത്മാവ് തന്നെയാണ് മുഖ്യം. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കൂ. ഇവിടെ മുന്നിലിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്നും വേറിട്ട് അപ്രത്യക്ഷമായി പോവുക എന്നാകരുത്. ശരീരത്തിൽ നിന്നും വേറിട്ട് അപ്രത്യക്ഷമാകുന്നത് ഓർമ്മയുടെ യാത്രയുടെ അവസ്ഥയല്ല. ഇവിടെയാണെങ്കിൽ സുബോധത്തോടെ ഇരിക്കണം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇവിടെയിരുന്ന് അബോധാവസ്ഥയിൽ ആകുവാൻ ബാബ പറയുന്നില്ല. ഇങ്ങനെ ധാരാളം പേർ ഇരുന്നിരുന്ന് അപ്രത്യക്ഷമാകുന്നു. നിങ്ങളാണെങ്കിൽ സുബോധത്തോടെ ഇരിക്കണം. പിന്നെ പവിത്രവും ആകണം. പവിത്രതയില്ലാതെ ധാരണ ഉണ്ടാകില്ല. ആരുടെയും മംഗളം ചെയ്യാൻ സാധിക്കില്ല. ആരോടും പറയാൻ സാധിക്കില്ല. സ്വയം പവിത്രമായിരിക്കാതെ മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ അവർ പണ്ഡിതരായി. മിയാമീട്ടുവും ആകരുത്. അതായത് കാര്യം മനസ്സിലാക്കാതെ എല്ലാം അറിയാം എന്ന് വിചാരിക്കുന്നവരാകരുത്. പിന്നെ അവർ ഉള്ളിൽ നീറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നിശ്ചലമായ അവസ്ഥയിൽ പോകുന്നു എന്ന് വിചാരിക്കരുത്. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ഇത് ഓർമ്മയുടെ അവസ്ഥയല്ല. ഇതിൽ ചൈതന്യ അവസ്ഥയിലിരുന്ന് ബാബയെ ഓർമ്മിക്കണം. ഉറങ്ങുന്നത് ഓർമ്മിക്കലല്ല. കുട്ടികൾക്ക് പല പോയിന്റ്സും മനസ്സിലാക്കിച്ചു തരുന്നു. 7ാം ഭൂമിയിലേക്ക് പോകുന്നുവെന്നും അവർക്ക് ലോകത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ലെന്നും ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ ലോകത്തെക്കുറിച്ച് അറിയാമല്ലോ. ഇത് മോശമായ ലോകമാണ്. ബാബയെ ആരും അറിയുന്നില്ല. അഥവാ ബാബയെ അറിഞ്ഞിരുന്നുവെങ്കിൽ സൃഷ്ടിചക്രത്തെയും അറിഞ്ഞേനെ. ബാബ പറഞ്ഞു തരുന്നു, ഈ ചക്രം എങ്ങനെ തിരിയുന്നു, മനുഷ്യൻ പുനർജന്മം എങ്ങനെ എടുക്കുന്നു. സത്യയുഗത്തിൽ ആയുസ് നീണ്ടതായിരിക്കുമെങ്കിലും വൈരൂപം ഉണ്ടായിരിക്കില്ല. പിന്നെ സന്യാസിമാരുടേതാണെങ്കിൽ ഹഠയോഗമാണ്. കണ്ണുകൾ അടയ്ക്കുന്നതും ഗുഹകളിൽ ഇരുന്ന് വിരൂപമായി മാറുന്നതുമെല്ലാം. നിങ്ങളോട് ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ സുബോധത്തിൽ ഇരിക്കണം. ശൂന്യസ്ഥിതിയിലേക്ക് പോകുന്നത് അവസ്ഥയൊന്നുമല്ല. തൊഴിലും മറ്റും ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരവും സംരക്ഷിക്കണം. ശൂന്യ അവസ്ഥയിലേക്ക് പോകരുത്. കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. തീർച്ചയായും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കണ്ണുകൾ തുറന്നായിരിക്കുമല്ലോ ചെയ്യുക. തൊഴിലും മറ്റുമെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. ബുദ്ധിയോഗം ബാബയോടായിരിക്കും. ഇതിൽ അലംഭാവം കാണിക്കരുത്. കടയിലിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും സാധനങ്ങളെ എടുത്തുകൊണ്ടുപോകും. അറിയാൻ പോലും കഴിയില്ല. ഇത് അവസ്ഥയൊന്നുമല്ല. നമ്മൾ ദേഹത്തിൽ നിന്നും വേറിടുന്നു. ഇതെല്ലാം ഹഠയോഗികളുടെ കാര്യങ്ങളാണ്. അത്ഭുത സിദ്ധികളുള്ളവർ ചെയ്യുന്നു.
ബാബയാണെങ്കിൽ നല്ല രീതിയിൽ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൽ കണ്ണുകൾ അടയ്ക്കരുത്. ബാബ പറയുന്നു, മിത്രസംബന്ധികളെയും ഇരുന്ന് ഓർമ്മിക്കുന്നു. അതെല്ലാം മറന്നേക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെ അല്ലാതെ പാപം ഇല്ലാതാവുക സാധ്യമല്ല. ഭോഗ് കൊണ്ടുപോകുന്നു, സൂക്ഷ്മവദനത്തിൽ അപ്രത്യക്ഷമാകുന്നു. ഇതിലൂടെ എന്തുണ്ടാകുന്നു? എത്ര സമയത്തേക്കാണോ അവിടെ ഉള്ളത്, അപ്പോൾ വികർമ്മം വിനാശമാവുക സാധ്യമല്ല. ശിവ് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ബാബയുടെ വാണി കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നഷ്ടമുണ്ടാകുന്നു. എന്നാൽ ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്, അതിനാൽ പോകുന്നു. പിന്നെ വന്ന് മുരളി കേൾക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, പൊയ്ക്കൊള്ളൂ, ഉടൻ വരൂ, ഇരിക്കരുത്. കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ബാബ നിർത്തലാക്കി. ഇതും ചുറ്റിക്കറങ്ങലും അവിടെയും ഇവിടെയും അലയലും ആയല്ലോ. ഭക്തിമാർഗത്തിൽ അവിടെയും ഇവിടെയും അലഞ്ഞ് വിലപിക്കുന്നത് വളരെയധികമുണ്ട്. കാരണം അന്ധകാരത്തിൻ്റെ മാർഗമാണല്ലോ. മീര ധ്യാനത്തിൽ വൈകുണ്ഠത്തിൽ പോകുമായിരുന്നു. അത് യോഗമോ പഠനമോ ആയിരുന്നില്ല. മീര സദ്ഗതി നേടിയോ? സ്വർഗത്തിൽ പോകാൻ യോഗ്യമായോ? ജന്മജന്മാന്തരങ്ങളിലെ പാപം ഇല്ലാതായോ? തീർത്തും ഇല്ല. ജന്മജന്മാന്തരങ്ങളിലെ പാപം ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ഇല്ലാതാകുന്നത്. പിന്നെ സാക്ഷാത്കാരത്തിലൂടെയും മറ്റും ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. ഇത് കേവലം ഭക്തിയാണ്, ഓർമ്മയുമല്ല, ജ്ഞാനവുമല്ല. ഭക്തിമാർഗത്തിൽ ഇത് പഠിപ്പിക്കുന്ന ആരുമില്ല. അതിനാൽ സദ്ഗതിയും നേടുന്നില്ല. എത്ര തന്നെ സാക്ഷാത്കാരം ഉണ്ടായാലും ശരി. തുടക്കത്തിൽ പുത്രിമാർ സ്വയമേ പോകുമായിരുന്നു. മമ്മയും ബാബയും പോകുമായിരുന്നില്ല. തുടക്കത്തിൽ ബാബയ്ക്ക് കേവലം സ്ഥാപനയുടെയും വിനാശത്തിൻ്റെയും സാക്ഷാത്കാരമുണ്ടായി. പിന്നീട് ഒന്നുമുണ്ടായില്ല. ഞാൻ ആരെയും അയക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് പറയുന്നു, ബാബ ഈ ആളുടെ ചരട് വലിക്കൂ. അതും ഡ്രാമയിൽ ഉണ്ടെങ്കിൽ ചരട് വലിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അനേകം സാക്ഷാത്കാരമുണ്ടാകുന്നു. ഏതുപോലെ തുടക്കത്തിൽ വളരെയധികം സാക്ഷാത്കാരം കണ്ടിരുന്നുവോ, അവസാനവും വളരെയധികം സാക്ഷാത്കാരമുണ്ടാകും. മൃഗത്തിന് മരണം, വേട്ടക്കാരന് ഇര. ഇത്ര അനേകം മനുഷ്യരുണ്ട്. അവരെല്ലാം ശരീരം ഉപേക്ഷിക്കും. ശരീരസഹിതം ആരും സത്യയുഗത്തിലോ ശാന്തിധാമത്തിലോ പോവുകയില്ല. എത്ര അനേകം മനുഷ്യരുണ്ട്, എല്ലാം നശിക്കും. പിന്നെ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ബ്രഹ്മാവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. പുത്രിമാരായ നിങ്ങൾ ഗ്രാമങ്ങളിൽ പോയി എത്ര സർവീസ് ചെയ്യുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. സന്യാസിമാർക്ക് രാജയോഗം പഠിപ്പിക്കാൻ അറിയില്ല. ബാബയല്ലാതെ ആര് രാജയോഗം പഠിപ്പിക്കാനാണ്? കുട്ടികളായ നിങ്ങളെ ബാബ ഇപ്പോൾ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രാജപദം ലഭിക്കുന്നു. നിങ്ങൾ അപാര സുഖങ്ങളിൽ കഴിയുന്നു. അവിടെയാണെങ്കിൽ പിന്നെ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്പം പോലും ദുഃഖം ഉണ്ടായിരിക്കുന്നില്ല. ആയുസ്സും നീണ്ടതാണ്. ദേഹവും നിരോഗിയായിരിക്കും. ഇവിടെ എത്ര ദുഃഖമാണ്. ബാബ ദുഃഖത്തിന് വേണ്ടി കളി രചിച്ചിരിക്കുന്നു എന്നല്ല. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും തോൽവിയുടെയും ജയത്തിൻ്റെയും ഈ കളി ആദിയും അനാദിയുമാണ്. ഈ എല്ലാ കാര്യങ്ങളും സന്യാസിമാർ അറിയുന്നതേയില്ല. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കിക്കാൻ സാധിക്കും? അവരാണെങ്കിൽ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നവരാണ്. നിങ്ങളോട് പറയുകയാണ്, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആ സന്യാസിമാർ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു. ബ്രഹ്മത്തെ പരമാത്മാവായി മനസ്സിലാക്കുന്നു. ബ്രഹ്മജ്ഞാനിയാണ്. വാസ്തവത്തിൽ ബ്രഹ്മം വസിക്കാനുള്ള സ്ഥാനമാണ്. അവിടെ നിങ്ങൾ ആത്മാക്കൾ വസിക്കുന്നു. അവർ പിന്നെ പറയുന്നു, നമ്മൾ അതിൽ ലയിക്കും എന്ന്. അവരുടെ ജ്ഞാനമേ മുഴുവനും തലകീഴായതാണ്. ഇവിടെയാണെങ്കിൽ പരിധിയില്ലാത്ത ബാബ കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നു.
അവർ പറയുന്നു ഭഗവാൻ 40,000 വർഷത്തിനു ശേഷം വരും എന്ന്. ഇതിനെ അജ്ഞാന അന്ധകാരം എന്ന് പറയുന്നു. ബാബ പറയുന്നു, പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ചെയ്യുന്നവൻ ഞാനാകുന്നു. ഞാൻ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു, വിനാശവും മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വേഗമാകട്ടെ, പാവനമാകൂ. അപ്പോൾ തന്നെയാണ് പാവന ലോകത്തിലേക്ക് പോകുന്നത്. ഇത് പഴയ തമോ പ്രധാന ലോകമാണ്. ലക്ഷ്മി നാരായണന്റെ രാജ്യമല്ല. ഇവരുടെ രാജ്യം പുതിയ ലോകത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇവർ പുനർജന്മം എടുത്തു വന്നിരിക്കുകയാണ്. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നു? കൃഷ്ണനെ അർജുനന്റെ കുതിരവണ്ടിയിൽ ഇരിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. അർജുനന്റെ ഉള്ളിൽ കൃഷ്ണൻ ഇരിക്കുന്നു എന്നൊന്നുമല്ല. കൃഷ്ണൻ ദേഹധാരിയാണല്ലോ. ഏതെങ്കിലും യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമേ ഇല്ല. അവരാണെങ്കിൽ പാണ്ഡവരുടെയും കൗരവരുടെയും സേനയെ പ്രത്യേകമാക്കി. ഇവിടെയാണെങ്കിൽ ആ കാര്യമില്ല. ഈ ഭക്തിമാർഗത്തിന് എണ്ണമറ്റ ശാസ്ത്രങ്ങളുണ്ട്. സത്യയുഗത്തിൽ ഇവ ഉണ്ടായിരിക്കില്ല. അവിടെയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയായ രാജധാനിയാണ്. അവിടെ സുഖം തന്നെ സുഖമാണ്. ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നു. അപ്പോൾ തീർച്ചയായും പുതിയ ലോകത്തിൽ സുഖം ഉണ്ടായിരിക്കുമല്ലോ. ബാബ എപ്പോഴെങ്കിലും പഴയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടോ? ബാബ പുതിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ആ ലോകത്തെ തന്നെ സദോ പ്രധാന ലോകം എന്ന് പറയുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാം തമോ പ്രധാനവും അപവിത്രവുമാണ്. അന്യമായ രാവണ രാജ്യത്തിൽ ഇരിക്കുകയാണ്. രാമൻ എന്ന് പറയുന്നത് ശിവബാബയെയാണ്. രാമ എന്ന് പറഞ്ഞ് രാമനാമത്തിൽ ദാനം നൽകുന്നു. ഇപ്പോൾ രാമൻ എവിടെ? ശിവബാബ എവിടെ? ഇപ്പോൾ ശിവബാബ കുട്ടികളായ നിങ്ങളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എവിടെ നിന്നും വന്നിരിക്കുന്നുവോ അവിടേക്ക് തന്നെ വീണ്ടും പോകേണ്ടതുണ്ട്. എപ്പോൾ വരെ ബാബയെ ഓർമ്മിച്ച് പവിത്രമാകില്ലയോ അപ്പോൾ തിരികെയും പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കിടയിലും നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്ന ചില വിരളം പേരേ ഉള്ളൂ. വായിക്കൊണ്ട് പറയുന്ന കാര്യമേ ഇല്ല. ഭക്തിയിൽ രാമ എന്ന് വായിക്കൊണ്ട് പറയുന്നു. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇവർ നാസ്തികരാണ് എന്ന് വിചാരിക്കും. എത്ര ശബ്ദമുണ്ടാക്കി പാടുന്നു, എത്രത്തോളം വൃക്ഷം വലുതാകുന്നു അത്രയും ഭക്തിയുടെ സാമഗ്രി വലുതായിക്കൊണ്ടിരിക്കും. ബീജം എത്ര ചെറുതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തു ഇല്ല, ഏതെങ്കിലും ശബ്ദം ഇല്ല. കേവലം പറയുന്നു സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. വായിലൂടെ പറയേണ്ടതുമില്ല. ലൗകിക പിതാവിനെയും കുട്ടികൾ ബുദ്ധി കൊണ്ട് ഓർമ്മിക്കുന്നു. ബാബ ബാബ എന്ന് ഇരുന്ന് പറയുകയൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ അറിയാം ആത്മാക്കളുടെ പിതാവ് ആരാണ്. ആത്മാക്കൾ ഏവരും സഹോദരന്മാരാണ്. ആത്മാവിന് മറ്റ് പേരൊന്നുമില്ല. പിന്നെ ശരീരത്തിൻ്റെ പേര് മാറുന്നു. ആത്മാവ് തന്നെയാണ്. ആ ഒന്ന് പരമാത്മാവാണ്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. ബാബ പറയുന്നു, എനിക്കും അഥവാ ശരീരം ഉണ്ടായിരുന്നുവെങ്കിൽ പുനർജന്മത്തിൽ വരേണ്ടി വന്നേനെ. പിന്നെ നിങ്ങൾക്ക് സദ്ഗതി ആര് നൽകും? ഭക്തിമാർഗത്തിൽ എന്നെ ഓർമ്മിക്കുന്നു. അനേകം ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാകുന്നുവല്ലോ. ജന്മം നരകത്തിൽ എടുത്തിരിക്കുകയാണ്. സ്വർഗത്തിനു വേണ്ടി മരിക്കും. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഏതുപോലെ ഏതെങ്കിലും ബ്രിഡ്ജോ മറ്റോ നിർമ്മിക്കുമ്പോൾ ആദ്യം ഫൗണ്ടേഷൻ സെറിമണി നടത്തുന്നു. പിന്നെ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ സ്ഥാപനയുടെ ഉദ്ഘാടനം അഥവാ ഫൗണ്ടേഷൻ സെറിമണി ബാബ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കെട്ടിടം നിർമ്മിക്കുന്നതിന് സമയമെടുക്കുന്നുണ്ടോ? ഗവൺമെൻറ് അത് ചെയ്യാൻ വരികയാണെങ്കിൽ 1 മാസത്തിൽ കെട്ടിടം പണി തീർക്കും. വിദേശത്തും തയ്യാറായ കെട്ടിടം ലഭിക്കുന്നു. സ്വർഗത്തിലാണെങ്കിൽ വളരെ വിശാല ബുദ്ധിയും സദോ പ്രധാനവുമായിരിക്കും. സയൻസിൻ്റെ ബുദ്ധി തീവ്രമായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കെട്ടിടങ്ങളിൽ
പതിപ്പിക്കേണ്ടവയും പതിപ്പിച്ചുകൊണ്ടിരിക്കും. ഇക്കാലത്ത് ഇമിറ്റേഷൻ നോക്കൂ, എത്ര വേഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് റിയൽ ആയതിനേക്കാളും കൂടുതൽ തിളങ്ങുന്നു. ഇക്കാലത്തെ മെഷീനറിയിലൂടെ പെട്ടെന്ന് നിർമ്മിക്കുന്നു. അവിടെ കെട്ടിടമുണ്ടാക്കുന്നതിന് സമയം എടുക്കുന്നില്ല. ശുചിയാകുന്നതിനും മറ്റും സമയം എടുക്കുന്നു. സ്വർണത്തിൻ്റെ ദ്വാരക സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരികയൊന്നുമില്ല. ബാബ പറയുന്നു, കഴിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. കേവലം ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. മറ്റൊരു ഉപായവുമില്ല. ജന്മജന്മാന്തരങ്ങളായി ഈ ഗംഗാസ്നാനവും മറ്റും ചെയ്തു വന്നു. എന്നാൽ ആരും മുക്തിയും ജീവൻ മുക്തിയും നേടുന്നതേയില്ല. ഇവിടെയാണെങ്കിൽ ബാബ പാവനമാകാനുള്ള യുക്തി പറഞ്ഞു തരുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് പതീത പാവനൻ. നിങ്ങൾ വിളിച്ചു, ഹേ പതീത പാവനായ ബാബ, വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ. ഡ്രാമ പൂർത്തിയായെങ്കിൽ പിന്നെ എല്ലാ ആക്ടേഴ്സും സ്റ്റേജിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിയേറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാവരും നിൽക്കുന്നുവല്ലോ. ഇതും ഇങ്ങനെയാണ്. എല്ലാ ആത്മാക്കളും വന്നു ചേരും. പിന്നെ തിരികെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ തയ്യാറായിട്ടില്ല. കർമാതീത അവസ്ഥയെ ഉണ്ടായില്ലെങ്കിൽ വിനാശം എങ്ങനെ ഉണ്ടാകും? ബാബ വരുന്നത് തന്നെ നിങ്ങളെ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിപ്പിക്കാനാണ്. അവിടെ കാലൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ കാലന്റെ മേൽ ജയം നേടുന്നു. ആരാണ് ജയം നേടിത്തരുന്നത്? കാലന്മാരുടെയും കാലൻ. ആ ഒന്ന് എത്ര പേരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ സന്തോഷത്തോടെ പോകുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് എല്ലാവരുടെയും ദുഃഖം അകറ്റുന്നതിനായി. അതിനാൽ ആ ഒന്നിൻ്റെ മഹിമ പാടുന്നു. ഗോഡ് ഫാദർ, ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകൂ. എന്നാൽ ഇപ്പോൾ ബാബ സ്വർഗത്തിൻ്റെ രചന രചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനുഷ്യർക്കറിയില്ല. നിങ്ങൾ സ്വർഗത്തിൽ പോകും. അവിടെ വൃക്ഷം വളരെ ചെറുതായിരിക്കും. പിന്നെ അഭിവൃദ്ധി പ്രാപിക്കും. ഇപ്പോൾ മറ്റെല്ലാ ധർമ്മവുമുണ്ട്. ആ ഒരു ധർമ്മമില്ല. നാമം, രൂപം, രാജ്യം തുടങ്ങിയവ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഡബിൾ കിരീടം, പിന്നെ സിംഗിൾ കിരീടമുള്ളവരാകുന്നു. സോമനാഥിൻ്റെ ക്ഷേത്രമുണ്ടാക്കി. എത്ര ധനമുണ്ടായിരുന്നു! ഏറ്റവും വലിയ ക്ഷേത്രം ഒന്നാണ്. അതിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ബാബ പറയുന്നു, നിങ്ങൾ പദമാപദം ഭാഗ്യശാലിയാകുന്നു. ഓരോ ചുവടിലും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുമെങ്കിൽ പദമങ്ങൾ ശേഖരിക്കപ്പെടും. ഇത്രയും സമ്പാദ്യം ബാബയുടെ ഓർമ്മയിലൂടെ ഉണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കാൻ നിങ്ങൾ മറക്കുന്നത് എന്തുകൊണ്ട്? എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ, സർവീസ് ചെയ്യുമോ, അത്രയും ഉയർന്ന പദവി നേടും. നല്ല നല്ല കുട്ടികൾ മുന്നോട്ടു പോകവേ വീണു പോകുന്നു. മുഖം കറുപ്പിച്ചുവെങ്കിൽ ചെയ്ത സമ്പാദ്യം ഇല്ലാതായി പോകുന്നു. ശക്തമായ ലോട്ടറി പാഴാക്കി കളയുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഗൃഹസ്ഥ വ്യവഹാരത്തെ പരിപാലിക്കുമ്പോഴും ബുദ്ധിയോഗം ബാബയോടൊപ്പം വയ്ക്കണം. അലംഭാവം കാണിക്കരുത്. പവിത്രതയുടെ ധാരണയിലൂടെ തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം. ഓർമ്മയുടെ യാത്രയിലും പഠനത്തിലും തന്നെയാണ് സമ്പാദ്യമുള്ളത്. ധ്യാന സാക്ഷാത്കാരങ്ങൾ ചുറ്റിക്കറങ്ങലാണ്. അതിനാൽ അതിലൂടെ ഒരു നേട്ടവുമില്ല. എത്ര സാധിക്കുമോ സുബോധം ഉള്ളവരായി ബാബയെ ഓർമ്മിച്ച് തൻ്റെ വികർമ്മം വിനാശമാക്കണം. വരദാനം: ശ്രേഷ്ഠ സ്മൃതിയിലൂടെ ശ്രേഷ്ഠ സ്ഥിതിയും ശ്രേഷ്ഠ വായുമണ്ഡലവും ഉണ്ടാക്കുന്ന സർവരുടെയും സഹയോഗിയായി ഭവിക്കട്ടെ. യോഗത്തിൻ്റെ അർത്ഥമാണ് ശ്രേഷ്ഠ സ്മൃതിയിൽ ഇരിക്കുക. ഞാൻ ശ്രേഷ്ഠ ആത്മാവ്, ശ്രേഷ്ഠമായ ബാബയുടെ സന്താനമാണ്. എപ്പോഴാണോ ഇങ്ങനെയുള്ള സ്മൃതി ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ സ്ഥിതി ശ്രേഷ്ഠമാകുന്നു.
ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ ശ്രേഷ്ഠ വായുമണ്ഡലം സ്വതവേ നിർമ്മിക്കപ്പെടുന്നു. അതിലൂടെ അനേകം ആത്മാക്കളെ തൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. എവിടെയെല്ലാം ആത്മാക്കളായ താങ്കൾ യോഗത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നുവോ അവിടെയുള്ള അന്തരീക്ഷവും വായുമണ്ഡലവും മറ്റുള്ളവർക്കും സഹയോഗം നൽകുന്നു. ഇങ്ങനെയുള്ള സഹയോഗി ആത്മാക്കൾ ബാബയ്ക്കും വിശ്വത്തിനും പ്രിയമാകുന്നു. സ്ലോഗൻ: അചഞ്ചല സ്ഥിതിയുടെ ആസനത്തിൽ ഇരിക്കുന്നതിലൂടെ തന്നെയാണ് രാജ്യത്തിൻ്റെ സിംഹാസനം ലഭിക്കുക. ഓം ശാന്തി. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബയുടെ സർവശ്രേഷ്ഠ ഖജനാവുകളുടെ അധികാരിയായ ആത്മാവാണ് ഞാൻ. ഈ അധികാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സന്തോഷവും ലഹരിയും എന്നെ അധീനതകളിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. ഈ വ്യക്തലോകത്തിൽ ഞാൻ അതിഥിയായി വന്നിരിക്കുകയാണ്. ഈ സ്മൃതിയുടെ സ്വരൂപമായി മാറുമ്പോൾ ഞാൻ വ്യക്തഭാവത്തിനും ഉപരി അവ്യക്തസ്ഥിതി അനുഭവിക്കുന്നു. ഈ അവ്യക്ത സ്ഥിതിയിലിരിക്കുമ്പോൾ എനിക്ക് അവ്യക്ത വാഗ്ദാതയുമായി കൂടിക്കാഴ്ച നടക്കട്ടെ എന്ന സങ്കല്പം വരും. അവ്യക്ത ശരീരധാരിയായി ഞാൻ അവ്യക്ത ദേശത്ത് എത്തിച്ചേരുന്നു. ഈ പ്രകാശമയ ലോകത്തിൽ ജ്ഞാനസൂര്യൻ്റെയും സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെയും സംയുക്ത രൂപമായ ബാബ് ദാദയുടെ സാമീപ്യം ഞാൻ ദിവ്യബുദ്ധിയുടെ ആധാരത്തിൽ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മലോകത്തിൽ ഈ സൂക്ഷ്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാബ് ദാദയുടെ അലൗകിക സ്നേഹത്തിൻ്റെയും വരദാനങ്ങളുടെയും ദൃഷ്ടി എന്നിൽ പതിയുമ്പോൾ ആ അലൗകികമായ സ്നേഹത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ഈ അലൗകിക അവ്യക്ത കൂടിക്കാഴ്ച എത്ര ദിവ്യവും സുഖദായകവുമാണ്. മനസ്സിൻ്റെ വൃത്തി കൊണ്ടും
അവ്യക്ത ദൃഷ്ടി കൊണ്ടും വിശ്വസേവനം ചെയ്യാനുള്ള പ്രേരണാദായകമായ ദൃഷ്ടി വാഗ്ദാത എനിക്ക് തരുന്നു. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ വ്യക്തലോകത്തിലെ ഒരു അലൗകിക നക്ഷത്രമായി, അവ്യക്ത ഫരിഷ്തയായി, ശുദ്ധ വൃത്തിയിലൂടെയും ശുഭ ദൃഷ്ടിയിലൂടെയും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും ഈശ്വരീയ ഗുണങ്ങളുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിപ്പിക്കുന്നു.